പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയിലുള്ള തൻ്റെ ജനങ്ങളോട് പറയുന്ന വാക്യമാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. പ്രിയ മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്താണ് നമ്മെ കാണിച്ചു തരുന്നത്? ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മറന്നു ജീവിച്ചാൽ ഈ നേടിയതൊന്നും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരുവന് വേണ്ടുന്നതായ എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 16-ാം വാക്യം മുതൽ ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടേനെ. ബുദ്ധിഹീനനെ പോലെ അല്ലെങ്കിലും എന്നെ കൈക്കൊള്ളുവിൻ. ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരവും പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത്. നോക്കൂ, താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എല്ലാം കൊണ്ടും മുൻപന്തിയിലായിരുന്ന ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ 24-ാം വാക്യത്തിൽ പറയുന്നു, ഏകൂതരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള, ഇങ്ങനെ കുറേയേറെ സംഗതികളെല്ലാം ഹല്ലേലൂയ അനുഭവിച്ച ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഒന്നിനും കുറവില്ലാതെ. എന്നിട്ട് 12-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ, അതും എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, ഹല്ലേലൂയ എല്ലാം കൊണ്ടും മുൻപന്തിയിലായിരുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, ഞാൻ ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ എനിക്ക് ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ യേശുവിൻ്റെ ക്രൂശിലാണ് സമാധാനം കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് മനുഷ്യർ നോക്കുമ്പോൾ എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ലെങ്കിൽ, ഒന്ന് നന്നായിട്ട് ഉറങ്ങുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രിയമക്കളെ എല്ലാം ഉണ്ടായിട്ട് പ്രയോജനം? ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് തന്നെ പറയുന്നുണ്ട് 3:7, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ക്രൂശ് എന്തിനെ കാണിക്കുന്നത്? ദൈവവുമായുള്ള നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. യേശു കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് അർഹമായ ശിക്ഷ യേശു വഹിച്ചു. എന്തിനാണ്? നമ്മെ ഓരോരുത്തരെയും നേടുവാൻ വേണ്ടിയാണ്. പ്രിയ ദൈവമക്കളെ, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകി തന്ന് വെളിപ്പെടുത്തി തന്നതാ നമ്മെ സ്നേഹിക്കുന്നവനും നീതിമാനുമായിട്ടാണ്. ഹല്ലേലൂയ. അതായത് പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്ന പാപിയെ നീതീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രിയ മക്കളെ ഈ കുരിശ്. ഹല്ലേലൂയ. കുരിശ്
നമ്മെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മെ ലൗകിക ജീവിതത്തിൽ നിന്നും ലോക ഇച്ഛകളിൽ നിന്നും വേർപെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ലോക ഇച്ഛകളിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ കണ്ണിനെ മാറ്റി തീർക്കുന്ന എന്താണ്? ആ ക്രൂശിലെ സ്നേഹമാണ്. പ്രിയ മക്കളെ, ഗലാത്യർക്ക് ലേഖനം 2:20 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്നവർക്ക് നന്മ ചെയ്യുവാനും ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുവാനും ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുവാനും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമക്കളെ, യേശുവിന്റെ ക്രൂശ്, യേശു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ ഒന്നുമല്ല. നോക്കൂ, അവന്റെ പ്രവൃത്തിയാണല്ല. ഹല്ലേലൂയ. താഴ്മയോടെ നാം ഏവരും യേശുവിന്റെ അടുക്കൽ വരുവാനും വിശ്വസിക്കാനും യേശു നമ്മെ വിളിക്കുക. ഹല്ലേലൂയ. നാം ഒരു കാര്യം ഈ ക്രൂശ് കാണുമ്പോൾ ഓർക്കണം, കുരിശിൽ എൻ്റെ സ്ഥാനത്താണ് യേശു മരിച്ചത്, എന്നെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനം 6:6 പറയുന്നുണ്ട്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടേനെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. നോക്കൂ, ക്രൂശിലെ സ്നേഹത്തിൽ കൂടി നമ്മുടെ പഴയ ഹല്ലേലൂയ പുതുക്കം പ്രാപിക്കാത്ത ആ വ്യക്തിത്വ സ്വഭാവങ്ങൾ എല്ലാം മാറ്റി പുതുജീവൻ പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനാകുവാൻ നമുക്ക് സാധിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്നവരിൽ ഈ ക്രൂശിന്റെ സ്നേഹം മനസ്സിലാകാതെ ഹല്ലേലൂയ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരിക. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുവാനാണ്, എന്നെ വീണ്ടെടുക്കുവാനാണ് പുത്രനെ ഹല്ലേലൂയ പിതാവ് നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. ആരും ഒരിക്കലും ചെയ്യുവാൻ താല്പര്യപ്പെടാത്തത് തൻ്റെ പിതാവ് നമുക്ക് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശു സഹിച്ച ഭയാനക മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ലോകത്തെ നമ്മിൽ നിന്നും വേർതിരിച്ചത് ആ നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെതിരെ ലേഖനം 1:2-12 പറയുന്നുണ്ട്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളവയെ അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ വെളിപ്പാടിനാൽ നമുക്ക് ഗ്രഹിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെതിരെ 1:3-19 പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. പ്രിയ മക്കളെ, നാം പ്രാപിച്ചെടുക്കുന്ന ജ്ഞാനം ദൈവത്തിൽ നിന്നാണ്, അതാണ് എന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ക്രൂശിലെ മനോഭാവം ഒരുവനെ നാം വേദനിപ്പിക്കുമ്പോൾ ക്രൂശിലേക്കൊന്ന് നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ സ്വഭാവം നമുക്ക് മനസ്സിലാകും. നമ്മെ വേദനിപ്പിക്കേണ്ട ആ വേദനയാണ് ക്രിസ്തു വഹിച്ചത്. ഹല്ലേലൂയ. ക്രൂശിലെ സന്തോഷം ആത്മാക്കളുടെ വിടുതലിനെ കുറിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രതീക്ഷകൾ അസ്തമിക്കപ്പെടുമ്പോൾ ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുക, അവിടെ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആ കരം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഈ ഭൂമിയിലുള്ളതൊക്കെ ഹല്ലേലൂയ താൽക്കാലികമാണ്. പ്രിയ മക്കളെ, നമ്മൾ ഇതിലല്ല പ്രശംസിക്കേണ്ടത്. ആ നിത്യമായ ഭവനം എനിക്ക് വേണ്ടി ഒരുക്കാൻ പോയ ആ ക്രൂശിതനായ യേശുവിനെ നാം ഓർക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പാ, ഇവിടുത്തെ സ്നേഹമല്ല, ഇതെല്ലാം ഇവിടെ വിട്ടുപോകുന്നതാണ്, ഇവിടെ ഉള്ളതെല്ലാം വിട്ടിട്ട് പോകണം. നിത്യമായ ഭവനത്തിന് വേണ്ടി എന്നെ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പന്റെ കരങ്ങളിൽ തരുന്നു. ആ ക്രൂശിലെ സ്നേഹം മനസ്സിലാക്കി ജീവിപ്പാൻ, നിത്യമായ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. കർത്താവപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും അനുകരിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. ക്രൂശിതനായ യേശുവിനെ നോക്കി ദിനംതോറും മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.